ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. 2025 കഴിയാൻ പോവുകയല്ലേ. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ എന്തായിരുന്നു നമ്മുടെ ബന്ധങ്ങളിൽ എന്ത് സംഭവിച്ചത്, എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെയൊക്കെ നോക്കാം. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചപ്പോൾ പേജ് ഓഫ് കപ്സ് ആണ്. എന്താണ് നിങ്ങൾ തടസ്സം നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ജഡ്ജ്മെൻ്റാണ്. എന്താണ് നിങ്ങൾ ആഴത്തിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നത്? 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. എന്തിനെയാണ് നിങ്ങൾ ഈ ബന്ധത്തിൽ നിങ്ങൾ ഭയക്കുന്നത്, ഇഷ്ടമില്ലാത്തൊരു കാര്യം? 3 ഓഫ് പെൻറ്റക്കിൾസ്. ഇമ്മീഡിയറ്റായിട്ട് എന്താണ് സംഭവിച്ചത്? 8 ഓഫ് വാണ്ട്സ്. ഇനി എന്താണ്, എങ്ങോട്ടാണ് പോകുന്നത്? ഈസ് ഓഫ് സോർട്സ്. ലോങ് ടേമിൽ എന്താണ് ഉണ്ടാവാൻ പോകുന്നത്? കിങ് ഓഫ് പെൻറ്റക്കിൾസ്. പിന്നെ നിങ്ങളുടെ ഈ ബന്ധത്തെക്കുറിച്ച് മൊത്തത്തിൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഈ വർഷങ്ങളിലും ഈ കഴിഞ്ഞ വർഷവും ഒക്കെ ആയിട്ട് എന്തായിരുന്നു നിങ്ങളുടെ ഒരു കീ ഫാക്ടറായിട്ട് ചോദിച്ചപ്പോൾ 3 ഓഫ് സോർട്സ് ആണ്. ഇത് പേജ് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പം പേജ് ഓഫ് കപ്സ് ആയിരുന്നു. ഇത് ഒരു സ്നേഹബന്ധമുണ്ട്, ആഴത്തിൽ നല്ല ഒരു നമ്മുടെ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്നൊരു സ്നേഹബന്ധമായിരുന്നു. അത് നമ്മൾ ഒരുപാട് ചേർത്ത് പിടിച്ചൊരു ബന്ധമാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും ഇതൊക്കെ നമ്മൾ ആഗ്രഹിച്ച ഒരു ബന്ധമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമായിരുന്നു. ഈ ബന്ധത്തിന് എന്തായിരുന്നു തടസ്സം എന്ന് ചോദിച്ചപ്പോൾ ജഡ്ജ്മെൻ്റാണ് വന്നത്. ഇതൊരു പക്ഷേ നിങ്ങളുടെ പങ്കാളി കടുത്ത വിമർശനമുള്ള ഒരാളായിരിക്കും. എന്ത് ചെയ്താലും അതിനെ ആളുടെ അഭിപ്രായത്തിന് ജീവിക്കണം, അല്ലെങ്കിൽ ആളുടെ ഇഷ്ടത്തിന് ചെയ്യണം. അങ്ങനെ ഒരു ചിലപ്പോൾ ഒരു ക്യാരക്ടറായിരിക്കാം. എന്ത് കാര്യം ആൾ പറയുന്നത് പോലെ ചെയ്യണം എന്ന്. പക്ഷെ അതൊരു ബന്ധത്തിലാവുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്ത് കാര്യം ഒരാൾ പറയുന്നതിനനുസരിച്ച് ചെയ്യാന്ന് വെച്ചാൽ ഓരോ വ്യക്തികൾക്കും പ്രത്യേകം ഇഷ്ടങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. എല്ലാവരും സ്വതന്ത്രമായി ചിന്തിക്കുന്നവരാണ്. അപ്പോൾ അതിനൊരു ബഹുമാനം കൊടുക്കാതെ എല്ലാം ഞാൻ പറയുന്ന പോലെ ചെയ്യണം, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ചെയ്യണം എന്ന് പറയുമ്പോൾ അതൊത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അതായിരുന്നു നിങ്ങളുടെ ബന്ധത്തിലുള്ള ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം. നിങ്ങൾ ആഴത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് ചോദിച്ചപ്പോൾ 6 ഓഫ് പെൻറ്റക്കിൾസാണ് ഇതിൽ കാണിക്കുന്നത്. നമ്മൾ കൃത്യം ഒരു നമ്മൾ കൊടുക്കുന്ന അത്രയും നമുക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളൊരാഗ്രഹമാണ്. അത് ഏതൊരാളും ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ കൊടുക്കുന്നത് സ്നേഹം ഒരു പൊടി കൂടുതൽ കിട്ടിയാൽ കൊള്ളാമെന്നേ ഉള്ളൂ, അല്ലാതെ അത് കുറഞ്ഞു പോയാൽ ഭയങ്കര വിഷമമായിരിക്കും. അതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരാഗ്രഹം. ഞാൻ കൊടുക്കുന്ന അത്രയും സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടണം. അത് തെറ്റൊന്നുമല്ല. ഇത് എന്തിനെയാണ് ഭയക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നേരത്തെ വന്നൊരു തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. 3 ഓഫ് പെൻറ്റക്കിൾസ്. ഇതിൽ കണ്ടില്ലേ, ഇതൊരു പഠിപ്പിക്കുകയാണ് നമ്മുടെ ഒരു കാര്യം. അപ്പോൾ അതുപോലെ തന്നെ ഈ ബന്ധത്തിൽ നിങ്ങളുടെ പങ്കാളി നിങ്ങളോടുണ്ടായിരിക്കുക. എന്ത് കാര്യം പഠിപ്പിക്കുന്നു. നിനക്കറിയില്ല, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി എന്നുള്ളൊരു പഠിപ്പിക്കില്ല. അത് വരുമ്പോൾ നമ്മുടെ ബന്ധങ്ങളിൽ എപ്പോഴും ഒരു വിള്ളൽ വരാം, ഒരു വിഷമങ്ങൾ വരാം, സങ്കടങ്ങൾ വരാം. ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ അടുത്തെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒന്നുകിൽ നിങ്ങളായിട്ട് ഈ ബന്ധത്തിൽ നിന്ന് വിട്ടുപോയിരിക്കാം, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ കാണുന്നുണ്ട് എന്നപ്പോൾ ഒന്നുകിൽ കുറച്ച് നാളത്തേക്കൊന്ന് മാറി നിൽക്കാം എന്നുള്ളൊരു തീരുമാനത്തിലായിരിക്കാം, അല്ലെങ്കിൽ എന്തോ ഒരു സെപ്പറേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇനി എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചപ്പോൾ ഈസ് ഓഫ് സോഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിന്ന് മുന്നോട്ട് പോകാൻ ഈ ബന്ധങ്ങളുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഒന്നുകിൽ എന്തെങ്കിലും പഠിക്കാനായിട്ട്, പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാനായിട്ടോ, അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ടോ, എന്തെങ്കിലും ഒരു ജോലിയിലേക്കോ, അങ്ങനെ എന്തെങ്കിലും കാര്യത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. ലോങ് ടൈമിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചപ്പോൾ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ ആ ക്രിയേറ്റീവായി പോകുന്ന കാര്യത്തിൽ ഒരു
ഇതിൽ സക്സസ്സിലേക്ക് എത്തുന്ന ഒരു കാർഡാണ്. അത് എന്ത് തന്നെയായാലും നല്ല രീതിയിൽ നിങ്ങൾ പൂർത്തീകരിക്കും. നിങ്ങളതിലൊരു വിജയം കണ്ടെത്താൻ സാധ്യതയുണ്ട്. അതൊരു പഠനത്തിൻ്റെ കാര്യത്തിലായാലും ജോലിയിലായാലും നിങ്ങൾ നിങ്ങളുടേതായൊരു സ്ഥാനം കണ്ടെത്തും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ഈ ബന്ധത്തിൻ്റെ മൊത്തത്തിൽ ഈ ഒരു 2025 ആയാലും ഇത് മൊത്തത്തിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കീ ഫാക്ടറായിട്ട് കിട്ടിയിരിക്കുന്നത് 3 ഓഫ് സോർഡ്സ് ആണ്. നിങ്ങൾക്കൊരു വേദനയാണ് തന്നിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഓർമ്മകളിൽ, ആ വേദനിക്കുന്ന ഓർമ്മകളിൽ നിങ്ങൾ പോകുന്നുണ്ട്. ഇത് എല്ലാം ഒരു നമ്മൾ തന്നെ നമ്മളെടുത്ത തീരുമാനത്തിൽ നമ്മൾക്ക് വേദന തോന്നുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ഇതൊക്കെ കാണിക്കുന്നത്. പൊതുവെ നമുക്കൊരു വേദനയുടെയും സെപ്പറേഷൻ്റെയും കോൺഫ്ലിക്റ്റിൻ്റെയും എല്ലാം ഒരു കാലമായിരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. എന്ത് തന്നെയായാലും നിങ്ങളിലുള്ള ഉള്ളിലുള്ള ക്രിയേറ്റീവായ കാര്യങ്ങളിൽ മുന്നോട്ട് പോയി നല്ലൊരു ഇതിലേക്കെത്തും. അങ്ങനെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. എല്ലാ ബന്ധങ്ങളിലൊക്കെ നല്ല പരസ്പര ബഹുമാനവും സ്നേഹവും ഉണ്ടാവട്ടെ. എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസും കാണാൻ പറ്റുള്ളൂ, നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. പിന്നെ എൻ്റെ ചാനൽ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.